പരസ്പരം കൺസെൻ്റ് ഉണ്ടെങ്കിൽ എന്തുമാകാം. അതിന് നിങ്ങൾ ഈ വിവാഹം, കുടുംബം അങ്ങനെ ചട്ടക്കൂടുകളൊന്നും കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു പൊതുബോധം മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നു. അതേ പറഞ്ഞത് ഈ വിവാഹത്തെയും കുടുംബമെന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനെയും അടിച്ചു പൊളിക്കുന്ന വിഷയത്തിൽ ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് പണി നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കോടതികൾ പോലും ഇത്തരം നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ചാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളോ സംസ്കാരമോ നീതിബോധമോ മതബോധമോ ഒന്നും പരിഗണിച്ചിട്ടല്ല, മറിച്ച് ഇത് പലപ്പോഴും മുകളിൽ നിന്ന് കയറി വരുന്ന ഒരു സാധനമാണ്. കേരളത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ്. രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ ലൈംഗിക ആരോപണവും അനുബന്ധ ചർച്ചകളും വിഷയങ്ങളുമൊക്കെ ആദ്യമായല്ല ഉണ്ടാകുന്നത്. നേരത്തെയും പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാവുകയും വലിയ കോളിളക്കം സൃഷ്ടിക്കും വിധം അതിൻ്റെ ചർച്ചകൾ കേരളത്തിന് സാക്ഷിയാവുകയും ഒക്കെ ഉണ്ടായിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഒരു യുവ MLA-ക്കെതിരിൽ ഒരു ലൈംഗിക ആരോപണം ഉന്നയിക്കപ്പെടുകയും അത് വളരെ സജീവമായ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി സോഷ്യൽ മീഡിയയിലും മാധ്യമ ചർച്ചകളിലും ഈ ഒരു വിഷയം സജീവ ചർച്ചയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആരോപണവും അനുബന്ധ വിവാദങ്ങളെയും നാം കാണുന്നത്? ഈ ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ്, നാണക്കേടാണ്. ഇങ്ങനൊരു ചർച്ച നമുക്ക് നമ്മുടെ കേരളത്തിന് അസഹനീയമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ എൻ്റർ ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് അതീവ സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. കാരണം എന്താ വെച്ചാൽ അത് മൊത്തത്തിൽ ചർച്ചയാവുമ്പോൾ തന്നെ അതൊരു നോർമലൈസേഷനിലേക്ക് എന്ത് ചെയ്യും, കാര്യങ്ങൾ കടന്നു വരും. ഈ ലൈംഗിക രംഗത്തുള്ള പ്രശ്നങ്ങൾ വ്യത്യസ്ത അളവിൽ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത് പല ആളുകളും ഇത് രഹസ്യമായിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ആ ചെയ്യുന്ന ആളുകൾ അത് ചിലപ്പോൾ ഒരു കുറ്റബോധത്തോടു കൂടിയൊക്കെ ചെയ്യാം. പക്ഷെ ഇത്തരം ചർച്ചകൾ വരുന്നതോടുകൂടി അപ്പം ഞാൻ ഈ രംഗത്ത് വളരെ ശിശുവാണല്ലേ, എന്നെക്കാളും വലിയ സംഭവം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ഞാൻ വലിയ കുഴപ്പക്കാരനല്ല എന്നൊരു സാമാന്യവൽക്കരത്തിലേക്ക് എന്ത് ചെയ്യും, ഇത്തരം വിഷയങ്ങളൊക്കെ പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ ലൈംഗിക ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, അത് ഇപ്പോൾ വ്യഭിചരിക്കുന്ന ആൾക്ക് ഉള്ള ശിക്ഷ 100 അടിയാണ്. ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ 100 അടിയാണ്. അത് ആരോപിക്കുന്ന ആളുകൾക്കാണെങ്കിൽ 4 സാക്ഷിയില്ലാതെ ആ കാര്യം ആരോപിക്കുന്ന അയാൾക്ക് 80 അടിയാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലായില്ലേ? അതായത് ഇത് എയറിൽ ചർച്ചയ്ക്ക് വെക്കുക എന്നുള്ളത് തന്നെ എന്താണ്, ഒരു പ്രശ്നമാണ്. അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് നോർമലൈസ് ചെയ്യുക എന്നുള്ളൊരു സ്വഭാവം എന്ത് ചെയ്യും, അതിൽ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ തെളിവെടുപ്പിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും, നമ്മൾ കാണാത്തൊരു കാര്യങ്ങളിലേക്കൊന്നും അത് ഉണ്ടോ ഇല്ല എന്നൊന്നും പറയാൻ നമുക്കാർക്കും കഴിയില്ല. അപ്പോൾ ആ ഒരു ജാഗ്രത ഇതിൽ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും കഴിയുള്ളൂ. പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഈ വിഷയം വന്നിട്ട്? അതെ. നമ്മൾ ഇവിടെ മീഡിയകൾ എന്തായിരുന്നത്, നമുക്കിവിടെ ന്യൂസും കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലോ. അത് ഒരാഴ്ചയായിട്ട് ഏകദേശം 24 മണിക്കൂർ എന്ന് പറയും പോലെ ഇത്തരം ഓഡിയോ സന്ദേശങ്ങളും അതിൻ്റെ വളരെ മോശമായിട്ടുള്ള സംഭാഷണങ്ങൾ, സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള സംഭാഷണങ്ങൾ, അതിൽ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ അത് രാത്രിയായി കഴിഞ്ഞാൽ എല്ലാ മീഡിയകളിലും ഇത് തന്നെ എന്ത് ചെയ്യുക, അത് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുക തന്നെയാണ്, ന്യൂസും അത് തന്നെയാണ്, എല്ലാം അത് തന്നെയാണ്. അതല്ലാത്തൊരു സാധനം എന്ത് ചെയ്യണില്ല, പത്രത്തിൽ ഇതിലൊന്നും കാണാത്തൊരു സാഹചര്യം. ഇങ്ങനെ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ റോഡ് സൈഡിലൊക്കെ ചളി കെട്ടി കിടക്കുന്നുണ്ടാവും. ചളി മൊത്തത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കാതെ അതിൻ്റെ കൂടി പോകും, നമ്മൾ ബാധിക്കണില്ല. പക്ഷേ അവിടെ കുറച്ച് ആളുകൾ നിന്നിട്ട് അതിൽ പോകുന്ന ആളുകളെ ദേഹത്തിലേക്കൊക്കെ ഈ ചളി ഇങ്ങനെ വാരിക്കൂരി എറിയുക, അത് അന്തരീക്ഷത്തിലുണ്ടാക്കുന്ന പ്രശ്നവും സ്മെല്ലും, അത് അപ്പോൾ സ്വാഭാവികമായിട്ടും പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യേണ്ടി വരും, അതിലിടപെടേണ്ടി വരും. അതവിടെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ
നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തേയി കളിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിനപ്പുറത്തു കൂടി പുറത്തു കൂടി പോണ ആൾക്കാരെ ദേഹത്തൊക്കെ തട്ടൂലേ, പ്രശ്നമാവില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണ്ട, അതേപോലെ ഇതിലൊന്ന് ആ നിലയ്ക്ക് ഇടപെടൽ ആവശ്യമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം എന്ന് പറയാനായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിങ്ങനെ ക്ലോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇതിങ്ങനെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് പുതിയൊരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രേസ് മാർക്ക് ഉണ്ടാകും കുട്ടികൾക്ക്. എന്ത് പത്രവായനയ്ക്ക് പ്രത്യേക ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അതുപോലെ തന്നെ അസംബ്ലികളിലൊക്കെ സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്ത് ചെയ്യും, പിന്നെ പത്രം നോക്കിയിട്ട് പോയി വായിക്കും. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം സാധനങ്ങളാണ്, വലിയ വെണ്ടക്കക്ഷരത്തിൽ. അപ്പോൾ എൻ്റെ കുട്ടി എന്നോട് ഒന്ന് ചോദിച്ചു, അല്ല ഇതെന്താ യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് ചോദിച്ചു. ഇയാൾ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ എന്താ അവനോട് പറയാം, ആലോചിച്ചിട്ടൊരു രൂപം കിട്ടണമെന്ന് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ പിന്നെ നമ്മളത് എങ്ങനെയുണ്ട് എസ്കേപ്പ് ചെയ്യുക ചെയ്യണത്. അപ്പോൾ ഇത് എന്തായിരുന്നു, ഇതിപ്പോൾ പിന്നെ ഒരു തലമുറ അത് കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ വിഷയങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. അപ്പോൾ എന്തായിരുന്നാലും ഇത് ഇങ്ങനെ നീറിപ്പോഞ്ഞ് കൊണ്ടു നടക്കുന്നത് അത് രാഷ്ട്രീയ പാർട്ടിക്കായാലും വേണ്ടില്ല, മാധ്യമങ്ങൾക്കായാലും വേണ്ടില്ല, അത് നിരൂപണം ചെയ്യുന്ന ആൾക്കാരെ ആർക്കായാലും വേണ്ടില്ല, അത് നല്ലതല്ല. പെട്ടെന്ന് ആ ചാപ്റ്റർ എന്ത് ചെയ്യേണ്ടതുണ്ട്, ക്ലോസ് ചെയ്യണം. ഇങ്ങനത്തെ സംഗതികൾ എന്നല്ല ശരിയല്ല. പിന്നെ ഇതിൽ ഈ ജനപ്രതിനിധികൾ ഒക്കെ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരാകുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ ഭയങ്കര മാനക്കേടാണ്. അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയ വെല്ലുവിളിയാണ്, അത് യാതൊരു തർക്കമില്ല. അപ്പോൾ അതിനൊക്കെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ മാത്രമല്ല ഇതിപ്പോൾ പിന്നെ ഈ ഒരു സംഭവം വെച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കുറച്ചായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ വാർത്തകളിൽ കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ പീഡനങ്ങൾ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാറ്റിങ്ങിൻ്റെ പ്രശ്നം, പീഡനങ്ങൾ, കുഴപ്പങ്ങൾ, അത് ഉണ്ടാക്കുന്ന ഇഷ്യൂസുകൾ, അതിൽ നിന്നുണ്ടാകുന്ന കൊലപാതകങ്ങൾ, പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പിന്നെ ഉണ്ടാകുന്നതൊക്കെ വാർത്തകളിൽ ഇങ്ങനെ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കാലങ്ങളായിട്ട് എന്ത് ചെയ്യേണ്ട ഈ വിഷയം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ സന്ദർഭത്തിൽ നമ്മൾ ചർച്ചയെ പിന്നെ എത്തിക്കേണ്ട പോയിൻ്റ് എവിടെയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കേവലം ഒരു പൊളിറ്റിക്സ്. അപ്പോൾ അത് മുമ്പും തന്നെ ഈ ലൈംഗിക ആരോപണങ്ങളും വിഷയങ്ങളും വന്ന് നമ്മുടെ കേരളത്തിൽ പല സന്ദർഭങ്ങളിൽ ഭരണം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, മാറുന്ന സാഹചര്യം വരെയാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഇത് ഉപയോഗിക്കുക, എന്നിട്ട് അതുകൊണ്ട് ഒഴിവാക്കുക, എന്നിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ നോക്കുക. ഇതങ്ങനെയല്ല. ഇത് കുറേ MLA-മാരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രശ്നങ്ങൾ പലപ്പോഴായിട്ട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകളെ പറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പിന്നെ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്നുള്ള അടിസ്ഥാന കാരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിലെങ്കിലും നമ്മുടെ ഉത്തരവാദപ്പെട്ടവർ ചർച്ച കൊണ്ടുപോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു കേവല ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള മാത്രം വിഷയമല്ല. അത് അതിൻ്റെ ആളുകൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണില്ല, അതിൻ്റെ ഇതിലേക്ക് കടക്കുന്നില്ല. പിന്നെ പക്ഷെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ ശരിക്കും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ്, ഈ ആണും പെണ്ണും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു എന്നതും കുറച്ചു കൊണ്ടുവന്നു എന്നതും അതൊരു വളരെ നോർമലൈസേഷനിലേക്ക് പോയി എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. അത് കൂടുതൽ വ്യക്തമാകുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ പിന്നെ സ്ത്രീ പീഡനത്തിൻ്റെയും അതുപോലെ തന്നെ ഈ വ്യഭിചാരത്തിൻ്റെയും അങ്ങനെയുള്ള സംഗതികളുടെയും ഒക്കെ അതിനെ മൂക്കുകയറിടാനുള്ള പ്രധാനപ്പെട്ട ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ വേട്ടയാടി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം. പരിഹാരങ്ങളെ വേട്ടയാടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത്. ഒന്ന് വിവാഹമാണ്. അതായത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പിന്നെ ഒരു സ്വകാര്യ ബന്ധങ്ങളിലേക്ക് വരിക എന്നുള്ളത്, ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് വിവാഹത്തിലൂടെ മാത്രം. ഇത് കേരള സൊസൈറ്റി മതജാതി ഭേദമന്യേ മൊത്തത്തിൽ അംഗീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു വിഷയമായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് എന്താ വെച്ചാൽ എല്ലാവരും ആക്രമിക്കുന്നത് വിവാഹം എന്ന ഈ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ്, കുടുംബം എന്ന സംവിധാനത്തെയാണ്. അതെന്തോ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമാണ്, കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അതിൻ്റെ ഏറ്റവും വലിയ ആളുകൾ നമ്മുടെ ചാനൽ റൂമുകൾ തന്നെയായിരുന്നു. അത് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് വിവാഹത്തിലൂടെ അല്ലാതെ ലൈംഗിക ബന്ധവും മറ്റ് കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്താൽ ആകാശം പൊളിഞ്ഞോളൂ. ആകാശം പൊളിഞ്ഞോളൂ. എന്താ കുഴപ്പം? നിങ്ങൾ ഏത് നൂറ്റാണ്ടെന്ന് വരുന്നു? 6-ാം നൂറ്റാണ്ടെന്ന് വരുന്നു. നിങ്ങളെ തലയിൽ എന്താ വെളിച്ചല്ലേ എന്നൊക്കെ ചോദിച്ച് ഉറഞ്ഞു തുള്ളിയിട്ട് രംഗത്ത് വരുന്നൊരു സ്വഭാവം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ട്, പിന്നെ അടുത്ത കാലങ്ങളിൽ കൂടുതലായിട്ട് നമ്മളെ മീഡിയകളിൽ കാണുന്നുണ്ട്.
അവരിത് അപ്പോൾ ഇങ്ങനത്തെ ഒരു കൾച്ചർ മൊത്തം അവിടെ ഉണ്ടാക്കി കൊണ്ടുപോകും. അതിലിപ്പോൾ ഇതിനൊക്കെ ബൈപ്പാസ് ചെയ്യാൻ പ്രത്യേക പേര് കൊണ്ടുവരികയാണ്. ഇപ്പോൾ വ്യഭിചാരം എന്നുള്ള വാക്ക്, അത് ഇപ്പോൾ സുപ്രീം കോടതി ഒരു നിഘണ്ടു ഇറക്കിയിട്ടുണ്ടല്ലോ. ആ നിഘണ്ടുവിൽ ഇനി വ്യഭിചാരം എന്നുള്ള വാക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കോടതി വ്യവഹാരങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അതിന് പകരം പിന്നെ അവിഹിത ബന്ധം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, മറിച്ച് വിവാഹേതര ബന്ധം, അഥവാ വിവാഹം പോലെ തന്നെയാണെന്ത് വിവാഹിതനല്ലാതെ ജീവിക്കുന്ന രീതിയും. അത് രണ്ടിനെയും എന്ത് ചെയ്യേണ്ടതില്ല, ഒന്ന് പാപവും ഒന്ന് പുണ്യവും എന്ന നിലക്ക് കാണേണ്ടതില്ല. രണ്ടും ഒരുപോലെയാണ് എന്ന് പറഞ്ഞത് ആരെങ്കിലും സാധാരണക്കാരല്ല, പരമോന്നത നീതിപീഠത്തിൻ്റെ മുന്നിൽ നിന്നാണെന്ത് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി അതൊരു വിഷയമല്ല, അത് പരസ്പരം കൺസെൻ്റ് ഉണ്ടെങ്കിൽ എന്തുമാകാം. അതിന് നിങ്ങൾ ഈ വിവാഹം, കുടുംബം അങ്ങനെ ചട്ടക്കൂടുകളൊന്നും കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു പൊതുബോധം മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നു. അതേ പറഞ്ഞത് ഈ വിവാഹത്തെയും കുടുംബമെന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനെയും അടിച്ചു പൊളിക്കുന്ന വിഷയത്തിൽ ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് പണി നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഈ പിന്നെ പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്തുക. അതാണ് ഇപ്പോൾ ബെസ്റ്റി, സീസൺഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, ഹുക്കപ്പ്, അല്ലേ, ഇങ്ങനെ തുടങ്ങിയ കുറേ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ലിവിങ് ടുഗദർ, പിന്നെ ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇപ്പം എന്ത് ഭയങ്കര വ്യാപകമായി വന്നത്. എന്നിട്ട് പിന്നെ അത് അവളെൻ്റെ സുഹൃത്താണ്, ആ സുഹൃത്താണെന്ന് പറയുന്നതോട് കൂടി എല്ലാ പ്രശ്നത്തിനും എന്തായി പരിഹാരമായി. പിന്നെ എന്തും ആവാന്നാ. പിന്നെ അവർ തമ്മിൽ തെറ്റുമ്പോഴാണ് എന്ത് ദാഹ പ്രശ്നമായിരുന്നു പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് ഡാമേജ് കംപ്ലീറ്റ് പെണ്ണിന് കിട്ടിയിട്ടുണ്ടാവും, സ്ത്രീകൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ അടുത്ത് കണ്ടങ്ങൾ ഒരു ട്രെയിനിൻ്റെ കുപ്പത്തൊട്ടിയിൽ നിന്നാണ് ഒരു ഭ്രൂണം പിന്നെ എടുത്തത്. എന്താ സംഭവം? ട്രെയിനിൻ്റെ പിന്നെ കുപ്പത്തൊട്ടികളിൽ, അതേപോലെ തന്നെ റോഡ് സൈഡുകളിൽ ഒക്കെ പിന്നെ ഈ പിന്നെ കുട്ടികളുടെ നവജാത ശിശുക്കളുടെ പിന്നെ സംഗതികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ്, കേരളത്തിൻ്റെ തെരുവുകളിലാണ്. എത്രയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്, എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ വിഷയമല്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പിന്നെ അവിടെയും ഇവിടെയും കേൾക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി, ഇങ്ങനെയുള്ള സ്വകാര്യ ബന്ധങ്ങൾ വന്നതോടുകൂടി ഇത് പിടുത്തം വിട്ട് പോയിട്ടുണ്ട്. അത് കുടിൽ തൊട്ട് കൊട്ടാരം വരെ എന്ന് പറഞ്ഞതുപോലെ അതീവ സാധാരണക്കാരൻ മുതൽ ജനപ്രതിനിധികളും മന്ത്രിമാരും വരെ ഈ വിഷയത്തിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഈ LGBTQ ആക്ടിവിസത്തെ നമ്മൾ പറയാതെ പോകാൻ കഴിയില്ല. അതായത് ട്രാൻസ്ജെൻഡറിനെയും ഇൻ്റർസെക്സിനെയും മുന്നിൽ നിർത്തി അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അവർക്ക് പ്രത്യേക പരിഗണന ആവശ്യമുണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇവർ പറയുന്ന പരിഹാരമല്ല, യഥാർത്ഥത്തിൽ പരിഹാരം എന്ന് മാത്രം. പക്ഷെ അവരെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതൊരു ന്യൂനപക്ഷമാണെന്ന് വരുത്തി തീർത്ത് അതിൽ എല്ലും ജിയും കടത്തിക്കൊണ്ട് വന്നു. അതായത് ലെസ്ബിയനും ഗേയും ബൈസെക്ഷലും ഒക്കെ കടത്തിക്കൊണ്ട് വന്നു. അപ്പോൾ ലൈംഗിക സദാചാര മേഖലയിൽ നമ്മൾ വെച്ച് പുലർത്തിയിരുന്ന എല്ലാ ധാരണകളെയും ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിവാഹത്തിലൂടെ അല്ലാതെയുള്ള ബന്ധങ്ങൾ, ചാറ്റിങ്ങുകൾ അതൊന്നും ഒരു വിഷയമല്ല, പരസ്പരം കൺസെൻ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമല്ല എന്ന സാമാന്യവൽക്കരണത്തിലേക്ക് എന്ത് ചെയ്തു ഇത് മൊത്തത്തിൽ വന്നു കഴിഞ്ഞു എന്നതാണ്. അതായത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സദാചാര പോലീസ് എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് സദാചാര പോലീസാണ്, പ്രശ്നമാണ്, കുഴപ്പമാണ്, തന്ത വൈബാണ്, അമ്മാവൻ സിൻഡ്രോമാണ്. എവിടുന്ന് അയാളൊക്കെ വരുന്നത്, ഏതാ അപ്പോൾ അതൊക്കെ കാലം. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും തമ്മിലൊന്ന് നിന്ന് സംസാരിച്ചാൽ, അവരൊന്ന് കെട്ടിപ്പിടിച്ചാൽ, ചുംബന സമരം ഓർമ്മയില്ല ഞങ്ങൾക്ക്, അവരൊന്ന് ചുംബിച്ചാൽ, അതേപോലെ തിരുവനന്തപുരത്തെ പിന്നെ കോളേജിൻ്റെ മുമ്പിൽ, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ അല്ലേ, അവിടെ ആ ബെഞ്ച് മുറിച്ചതിൻ്റെ പേരിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മടിയിൽ കയറി ഇരുന്നിട്ട് വെല്ലുവിളിക്കായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ MLA-മാരൊക്കെ അവർക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളെങ്ങനെ തൊട്ട വിവരം അറിയുന്നുണ്ട്, ഇവരൊക്കെ ഇങ്ങനെ കളിക്കട്ടെ, ഇങ്ങനെ വളരട്ടെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ബെല്ലടിച്ച് കൊടുത്ത് ഈ കൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കുടുംബം വിവാഹം എന്നുള്ള കാഴ്ചപ്പാടും പോയിട്ട് അതൊന്നും ഇനി ആവശ്യമില്ല, പാറി നടക്കും പറവുകളൊന്നും വേളി കഴിക്കാറില്ല എന്ന രീതിയിലേക്ക്, അഥവാ മൃഗങ്ങളും പക്ഷികളൊന്നും ഇവിടെയല്ല. അപ്പം ഇനി മനുഷ്യൻ പുരോഗമിക്കുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെപ്പോലെയും പക്ഷികളെപ്പോലെയൊക്കെയായി ജീവിക്കുകയാണ് വേണ്ടത് എന്ന താത്വികമായ ഒരു സാഹചര്യം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ധാർമ്മികത പഴഞ്ചനാണ്, മതം പ്രശ്നമാണ്, അത് കൊണ്ടെടുക്കുന്ന ആൾക്കാർ അപരിഷ്കൃതരാണ് എന്നൊക്കെ പറഞ്ഞുള്ള രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, പരിഹാരത്തെപ്പറ്റി ഈ സന്ദർഭത്തിലെങ്കിലും നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് ഒരു സാധനം അപ്പോൾ ഇവിടെ താഴ്ത്തി വെക്കുമ്പോൾ ഈ മട്ടൽമ ചവിട്ടിയാൽ മാറിയാവും. ഈ മട്ടൽമ ചവിട്ടിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ഭാഗം റെഡി ആകുമ്പോൾ മറ്റേ ഭാഗം പൊന്തും, അത് ചവിട്ടുമ്പോൾ വേറൊരു ഭാഗം പൊന്തും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നിൽക്കില്ല.
അത് പിന്നെ പല സംഗതികളും എന്ത് ചെയ്യും, അത് ഇന്ന പാർട്ടി എന്നില്ല, ഇന്ന വ്യക്തി എന്നില്ല, ഇന്ന ഗ്രൂപ്പ് എന്നില്ല, ഇന്ന സംഘടന എന്നില്ല. അത് ഈ സമൂഹത്തിൽ ഒരു പ്രശ്നം, ആ പ്രശ്നം ഇന്നൊരു പാർട്ടിയിലാണെങ്കിൽ നാളെ വേറൊരു പാർട്ടിയിലാവും, ഇന്നൊരു വ്യക്തിക്കാണെങ്കിൽ ഇന്ന് വേറൊരു വ്യക്തിക്കാവും. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ നാരായ പേരിലേക്ക് ചർച്ച കൊണ്ടുവരാൻ ഈ സന്ദർഭത്തിലെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവർ തയ്യാറാകേണ്ടതുണ്ട്. ഇതിൽ 3 കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് ഒന്നെന്താ വെച്ചാൽ, സ്ത്രീ പുരുഷ ബന്ധത്തിലെ അതിരുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും ഒറ്റക്കാവാൻ പാടില്ല. ഒരു പുരുഷനും സ്ത്രീയും എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റക്കാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിപ്പോൾ നമ്മൾ പറയുമ്പോഴും ഇത് പ്രാകൃതമായി പറയണമെന്ന് പറയും, പക്ഷേ ഇത് പിന്നെ അനുഭവിക്കുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം, ഇത് മനസ്സിലാവും. അത് ചാറ്റിങ്ങിൽ ഒറ്റക്കാവാൻ പാടില്ല, ഫോണിൽ ഒറ്റക്കാവാൻ പാടില്ല, വാട്സപ്പിൽ ഒറ്റക്കാവാൻ പാടില്ല, ശാരീരികമായിട്ട് ഒറ്റക്കാവാൻ പാടില്ല. അത് ഒറ്റക്കായ അവിടെ മൂന്നാമനായി പിശാച്ചുണ്ടാകുന്നതാണ്, യാതൊരു തർക്കമോ കാര്യത്തിൽ വേണ്ട. അതേപോലെ തന്നെ പരസ്പര സ്പർശനം, അത് അന്യ പുരുഷനും അന്യ സ്ത്രീയും അവർ തമ്മിലുള്ള പരസ്പര പിന്നെ സ്പർശനം എന്നത് വിവാഹത്തിലൂടെ എല്ലാം എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം തെറ്റാണ്, കുറ്റമാണ്, പാപമാണ് എന്നു പറയാൻ എത്ര വൈകുന്നുവോ അത്രയും കിടന്നുരുളേണ്ടി വരും. മനസ്സിലായോ? ഇപ്പം എത്ര കാലം മീഡിയകൾ ധാർമ്മികത ഇത് പറയുമ്പോൾ എന്ത് ധാർമ്മികത എന്ന് ചോദിച്ച ആൾക്കാർ ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ധാർമ്മികതയല്ലേ മനുഷ്യന്, ഒരു പ്രത്യേക ഒരു ധാർമ്മികതയല്ലേ അത്. പിന്നെ നിയമം പറഞ്ഞാലും ഇല്ലെങ്കിലും നിയമം ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യനൊരു ധാർമ്മികതയല്ലേ, നമ്മളെ കേരളത്തിനൊരു ബോധമല്ലേ എന്നൊക്കെ നമ്മളെല്ലാ ചാനലുകളും പറയുന്നില്ലേ അല്ലേ? അത് നമ്മൾ മതപരമായിട്ടുള്ള ആളുകളൊക്കെ വിശ്വാസികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപരിഷ്കൃതമായ വാദം, 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടാത്ത വാദം. പക്ഷേ ഇവരിത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇനിയെങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു ധാർമ്മികതക്കും സദാചാരത്തിനുമൊക്കെ വില കൽപ്പിക്കുന്നൊരു സാമൂഹ്യ ഘടന കൊണ്ടുവരണം, കുടുംബത്തെ തിരിച്ചു കൊണ്ടുവരണം, വിവാഹത്തെ തിരിച്ചു കൊണ്ടുവരണം, അതിലേക്ക് ചർച്ച പോകണം. തീർച്ചയായും ഈ വിവാദമുണ്ടാകുമ്പോൾ മാധ്യമ ചർച്ചകൾക്ക് ഇടയിൽ ഉയർന്നു വന്ന ചില പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് തോന്നിക്കുന്നത് ഈ പൊതുസമൂഹം അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഒരു 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. എന്താണ് നമുക്കതിനോട് പ്രതികരിക്കാനുള്ളത്? അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്നെപ്പോലെ ഒരാൾ എന്ന് വിചാരിച്ചോളൂ, അതെ, അദ്ദേഹം ഇങ്ങനെ ഒരു നഗരത്തിൽ ഒരു പാർക്കിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഉണ്ട് 2 പേര്, ഒരു സ്ത്രീയും പുരുഷനും. ഇവർ 2 പേരും ഈ പാർക്കിൽ ഒരു വിശാലമായിട്ടുള്ള ഒരു ബെഞ്ചിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്ത് അത്ര ശ്ലീലമെന്ന് തോന്നാത്ത ചില രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അയാളുടെ മക്കളെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് ഒക്കെ ബോധം വന്ന് ഇദ്ദേഹം ചെന്ന് കുട്ടിപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു സംശയം, പ്രായപൂർത്തിയായിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നല്ല മോളെ ഞാൻ ഈ പ്രായപൂർത്തിയായത് തന്നെയാണോ? അപ്പോൾ ഉടനെ കുട്ടി എന്ത് ചെയ്തു, മുത്തച്ഛൻ എന്താ തരേണ്ട ആവശ്യം, എനിക്ക് പ്രായമാവുകയാവാതിരിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ, ഉണ്ടെന്ന് ചോദിച്ചല്ല. എന്നാലും ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇതെൻ്റെ ശരീരമാണ്, അതെൻ്റെ റൈറ്റ്, അത് ഞാൻ എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നോക്കേണ്ടതില്ല. അദ്ദേഹം വീണ്ടും ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചല്ല, മോളെ നീ സമ്മതിച്ചിട്ട് തന്നെയാണോ ഇതൊക്കെ ഇപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത്? അവൾ വീണ്ടും പറഞ്ഞു, ഞാൻ സമ്മതിച്ചിട്ടാണെന്നോ? എന്നെ ചിലപ്പോൾ അദ്ദേഹം കിസ് ചെയ്യും, ചിലപ്പോൾ എന്നെ ഹഗ് ചെയ്യും, ചിലപ്പോൾ ഞാനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, ചിലപ്പോൾ ഞാൻ ഗർഭം ധരിക്കും. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ്? ഈ സദാചാര പോലീസുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഉത്തരവൊന്നും എന്താണ് ഇല്ല. അപ്പോൾ പാവം മെല്ലെ അവിടുന്ന് നീങ്ങി. അപ്പോൾ ഈ സമയത്ത് ഇത് ആരോ വീഡിയോ എടുക്കുന്നു എന്ന് ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യൂസ് ചാനലിൽ പിന്നെ വാർത്ത വരുന്നു, പട്ടാപ്പകൽ നഗരത്തിൽ സദാചാര ഗുണ്ടായിസം, പിന്നെ പ്രതിയെ പിടികിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊരു വാർത്ത കണ്ടു, സദാചാര പോലീസിൽ നടത്തിയ അധ്യാപകനെ ശക്തമായ താക്കീത് ചെയ്ത് പോലീസ് വിട്ടയച്ചു. അങ്ങനെ ആ പാവം കുറച്ച് അപമാനിതനായി ഇങ്ങനെ പോയി. ഒരു 5-6 മാസം ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ഒരു ചാനൽ തുറന്നു. അപ്പോൾ നേരത്തെ ഈ കണ്ട പെൺകുട്ടി ഭയങ്കര കരച്ചിൽ, എന്നെ പ്രലോഭനങ്ങൾ നൽകി പീഡിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹം വഞ്ചനാപൂർവ്വം പറഞ്ഞതായിരുന്നു. ഞാൻ നിലകൊള്ളുന്നത് എനിക്ക് വേണ്ടിയല്ല, സ്ത്രീ സമൂഹത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് മുഴുവൻ
ധാർമ്മിക ബോധമുള്ള നിയമത്തിൽ വിശ്വസിക്കുന്ന സകല ആളുകളും ഈ സമയത്ത് ഈ പ്രക്ഷോഭത്തിൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ചാനലിലെ അവതാരകൾ അതിശക്തമായി പൊട്ടിത്തെറിച്ചു. ഇത് നമ്മുടെ സമൂഹത്തിന് യോജിച്ച രീതിയിലുള്ള ഒന്നല്ല. ആദ്യം വാഗ്ദാനം നൽകുക, പിന്നെ പറ്റിക്കുക, വിശ്വസിപ്പിക്കുക, പിന്നെ വഞ്ചിക്കുക. അതുകൊണ്ട് ഈ രാജ്യത്ത് പുലർന്നു കാണേണ്ട ധാർമ്മികതയെക്കുറിച്ച് ഉറക്കെ ചിന്തിക്കേണ്ട സമയം ആയിരിക്കുന്നു. അങ്ങനെ എല്ലാ ചാനലും തുറന്നപ്പോഴും ഇത് വിഷയം. അപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയമായിപ്പോൾ, ഇപ്പം ഞാനിപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കണം, നേരത്തെ എന്നോട് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ ഒരാങ്ങളെ ആവണ്ടേ, ധാർമ്മിക ബോധമുള്ള ഒരാങ്ങളെ ആവണ്ടേ, അമ്മാവനാണോ? അതോ നേരത്തെയുള്ള സദാചാര അമ്മാവനാണോ? ഏതാണ് ഞാൻ ആകേണ്ടതെന്നുള്ളത്? ഈ കളിയാണ് നമ്മുടെ ചാനലുകൾ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കി നോക്കൂ, എത്ര സദാചാര ഗുണ്ടായുസത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാൻ ഒരിക്കലും ആരെയും സമ്മതിക്കാറില്ല. അപ്പം ഞാൻ ഈ ചാനൽ ചർച്ചക്കിടയിൽ കണ്ടൊരു കാര്യമുണ്ട്. ഒരു ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ ഒരു വക്കീലാണ്, സ്ത്രീ. അവർ പിന്നെ ജസ്റ്റ് ഒരു വാചകം പറഞ്ഞിട്ടുള്ളൂ, മാന്യമായ വസ്ത്രം പൂർത്തിയാക്കിയിട്ടില്ല. അത് പറഞ്ഞപ്പോഴേക്ക് അവതാരകൻ ചാടി. എന്നിട്ട് അദ്ദേഹം എന്താണ്, നിങ്ങൾ സ്ത്രീവിരുദ്ധമായ കാര്യമാണ് പറയുന്നത്, അവരപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ വേറൊരു സൈദ്ധാന്തികൻ അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം. ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് ഇവർക്ക് പറയാനുള്ളത് പറയാനേ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവരാകെ പറഞ്ഞെന്തുള്ളൂ, മാന്യമായ വസ്ത്രം ധരിക്കണം എന്നാണ്, ധരിക്കേണ്ടതാ എന്താന്ന് പോലും പറയാൻ അതിനുള്ള സമയം കിട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്കും എന്ത് ചെയ്തു, ചാടി കഴിഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഈ നാട്ടിലെ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടെന്നല്ല പൊതുവായി ലോകത്ത് എവിടെയുണ്ട്, പകരം ബിൽ ക്ലിൻ്റനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടതുകൊണ്ടാണ്. അവിടെ കൺസേൺ ഉണ്ടായിരുന്നു അല്ലേ എന്നുള്ളത്. പക്ഷേ ആ ഒരു അധികാര സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ധാർമ്മികത ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ട്രംപിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആരോപണങ്ങൾ വന്നല്ലേ. അപ്പോൾ അത് അമേരിക്ക പോലുള്ള ഒരു പാശ്ചാത്യ സമൂഹത്തിൽ പോലും ഇത്തരം ആരോപണങ്ങൾക്ക് അതിൻ്റേതായൊരു വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ചർച്ചക്കിടയിൽ ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകൻ രാജീവ് എന്ന് പറയുന്നൊരു സീനിയർ അഭിഭാഷകൻ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രസക്തം. അദ്ദേഹം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോടതികൾ പോലും ഇത്തരം നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ചാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളോ സംസ്കാരമോ നീതിബോധമോ മതബോധമോ ഒന്നും പരിഗണിച്ചിട്ടല്ല, മറിച്ച് ഇത് പലപ്പോഴും മുകളിൽ നിന്ന് കയറി വരുന്ന ഒരു സാധനമാണ്. പക്ഷേ എന്നാൽ ഈ പറയുന്ന രാജ്യങ്ങളിൽ പലയിടത്തും എന്തുണ്ട്, ഇങ്ങനെയുള്ളൊരു ലൈംഗിക ആരോപണം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നേരെ കേസെടുക്കാൻ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്യണം, ഒരു സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഒരു പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യണം, ഇത് പഠിച്ച് ഇതിന് കേസുമായിട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള ബലമുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നോക്കണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കേസിലേക്ക് പോകാൻ പറ്റും. ഇത് ഒരാളെ അപമാനിക്കുന്ന പ്രശ്നമാണ്, ഒരാളുടെ വ്യക്തിത്വത്തെ, അയാളുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. ഇവിടെ നേരെ തിരിച്ചാണ്. സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു പ്രിവിലേജ് ഉണ്ട്. അവരൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നേരെ എന്തു ചെയ്യും, ഇവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൈം രജിസ്റ്റർ ചെയ്യും. എന്നിട്ടോ അവരെ അറസ്റ്റ് ചെയ്യും. പിന്നെയാണ് അന്വേഷണം സ്റ്റേഷനിൽ കൊടുത്തത്. മാത്രമല്ല പ്രതി അപ്പോഴേക്കും എന്ത് ചെയ്യും, പിന്നെ ജനമധ്യത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവിടെ വാദി എന്ത് ചെയ്യും, ഇര മറ്റേ പല പേരുകളിൽ എന്ത് ചെയ്യും, അനിശ്ചിതാന്നോ അവിഹിതാന്നോ ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ നിൽക്കും. ഇദ്ദേഹത്തെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇവരെ കൊടുന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇദ്ദേഹം തന്നെ പറഞ്ഞാൽ ഡൽഹിയിലെ ഇത്തരം കേസുകൾ ഇദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യം വെച്ചാൽ, ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന കേസുകളിൽ 80% കോടതിയിലെത്തുന്നതിൻ്റെ മുൻപ് തന്നെ തമ്മിൽ സെറ്റിൽമെൻ്റ് ആവുന്നുണ്ട്. പിന്നെ പറയുന്ന താല്പര്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബാക്കി വരുന്ന 10% കേസുകൾ കോടതിയിലെത്തിക്കഴിഞ്ഞ് സെറ്റിൽ ചെയ്യും. 5% കേസുകൾ വിചാരണ നടക്കുന്നതിനിടയിൽ സെറ്റിലാകും. 5% കേസുകൾ മാത്രമാണ് ഒരുപക്ഷെ ഒരു ശിക്ഷയിലേക്കോ ഒക്കെ പോകുന്നത്. അപ്പോൾ 95% കേസുകളും ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ കുറ്റബോധമില്ല, പശ്ചാത്താപമില്ല. ഇവിടെ ഒരു നഷ്ടബോധമോ
അല്ലെങ്കിൽ തനിക്ക് കിട്ടാൻ അർഹത ഉണ്ടായിരുന്നെന്തോ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചില നേട്ടങ്ങൾ ഇല്ലാതെയായതിൻ്റെ പരിഭവത്തെ മാത്രം നിയമം ഇത്രമാത്രം സൗകര്യപൂർവ്വം സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ? വ്യക്തികളെന്ന അർത്ഥത്തിൽ രണ്ടു കൂട്ടരും ഇരുകൂട്ടരും പരസ്പര സുഖത്തിന് വേണ്ടിയോ സന്തോഷത്തിന് വേണ്ടിയോ എടുക്കുന്ന ചില തീരുമാനങ്ങളെ ഇതിനെ ഏതളവിലാണ് കോടതി നിയമത്തിൻ്റെ ഭാഷയിൽ പിന്തുണയ്ക്കേണ്ടത്? അപ്പോൾ അവിടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇവിടെ നിയമപരമായ ഒരു ഭാഷയിലാണോ സദാചാരത്തിൻ്റെ ധാർമ്മികതയുടെ മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണോ ഇത് പരിശോധിക്കേണ്ടതിൽ ചോദ്യം വരും. ഇന്നിപ്പോൾ കുറച്ച് മാറ്റങ്ങളൊന്നും നമുക്കറിയാം. ഇതിപ്പോൾ കോടതികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ പ്രായം, പക്വത, മുൻകാല ബന്ധം, ഇങ്ങനെ പല കാര്യങ്ങളും പരിഗണിക്കാൻ തുടങ്ങി. നേരത്തെയുള്ള അതേ ഒരു ആസ്പെക്റ്റിലല്ല ഇന്ന് ഈ കേസുകൾ കോടതി പോലും കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പറയുന്നവർ മനസ്സിലാക്കണം വെച്ചാൽ, ഇപ്പോൾ ഇവിടെ പലപ്പോഴും പറയുന്ന വെച്ചാൽ എനിക്ക് അശ്ലീല മെസ്സേജുകൾ അയച്ചു അല്ലേ. നമ്മൾക്കറിയാലോ, ഈ വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും എക്സ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ എനിക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാം. വ്യക്തിപരമായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വഴി വിടുന്നുണ്ട് എന്ന് തോന്നുന്ന നിമിഷം എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെങ്ങനെയാണ് രണ്ടാമത് സംഭവിക്കുക? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്, അവിടെ ആദ്യം കൊടുക്കുന്ന കൺസെൻറ്റ് എന്തിനാണ്? ഈ രീതിയിലുള്ള അശ്ലീല സംഭാഷണത്തിനും ചാറ്റിങ്ങിനും ആ രീതിയിൽ പരസ്പരം എന്താണ് എടുക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, ഇതിനൊരു കൺസെൻറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, അടുത്തത് എന്തായിരിക്കും, ഒരു ക്ഷണം വരും. അപ്പോഴും എന്ത് ചെയ്യും, അതിനും കൺസെൻ്റ് ഉണ്ട്. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, ആ ലോഡ്ജിലേക്ക് വാ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടേക്ക് പോകും. അപ്പോൾ ഇവർ അപ്പോൾ കരുതുന്നത് എന്താണ്, ഇദ്ദേഹം അതീവ മാന്യനായ ഒരു വ്യക്തിയാണെന്നാണോ, അതോ എന്നെ നാളെ ഒരിക്കലും വഞ്ചിക്കാൻ ഇടയില്ലാത്ത ഒരാളാണെന്നുള്ള വിശ്വാസം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിനും നമ്മൾ അനുവാദം കൊടുക്കുന്നു. ഈ അനുവാദങ്ങൾക്കൊക്കെ ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ലൈംഗിക ബന്ധമോ അല്ലെങ്കിൽ മറ്റു രീതികളിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായി അതിൻ്റെ ഒരു പരിണാമം എന്തായിരിക്കും, ഇങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തി, ഇപ്പം നമുക്ക് സാമാന്യ മനുഷ്യനെ നമുക്കറിയാം, സാമാന്യ മനുഷ്യന് ഈ രീതിയിൽ പെരുമാറുന്ന ഒരാളെ എത്ര വിശ്വാസമുണ്ടാകും? ഇത്തരമൊരു ബന്ധത്തിന് അമ്മയെ വിട്ട് അച്ഛനെ വിട്ട് പിന്നെ സമൂഹത്തെ മാനിക്കാതെ തൻ്റെ കൂടെ ഒറ്റയ്ക്ക് ലോഡ്ജിലേക്ക് വരാൻ തയ്യാറാകുന്ന ഒരു പെൺകുട്ടിയോട് എന്തു തരത്തിലുള്ളൊരു മനോഭാവമാണ് പുരുഷനുണ്ടാവുക? അതൊന്നും ലോകം മാറി എന്ന് പറയുമ്പോൾ മാറൂല. തീർച്ചയായും ആ ഒരു ബോധത്തിൻ്റെ മനോഘടന മനുഷ്യനുള്ളതാണ്. അതുകൊണ്ട് ഈ നാളെ വേറെ ആരുടെയും കൂടെയൊക്കെ പോകും, എനിക്ക് തന്നെ വേണ്ട എന്ന് പറയുന്നതോടെ എന്ത് ചെയ്യും, ഇത് അവിടെ അവസാനിച്ചു. ഇവിടെയാണ് വഞ്ചന എന്ന് എന്ത് ചെയ്യുന്നത്, ഇവർ വിളിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ ഇപ്പോൾ സാധാരണയ്ക്ക് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ബന്ധങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത് എന്താ? ബന്ധങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു കൃത്യമായ മാനദണ്ഡം വേണ്ടേ? അപ്പം ഇവിടെ അമ്മയും അച്ഛനും മക്കളൊക്കെ ഉള്ളൊരു കുടുംബത്തിൽ അവർ തമ്മിലുള്ള ഒരു ലൈംഗിക ബന്ധത്തെ പോലും അനുവദനീയമാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെയും എതിർക്കാൻ പാടില്ല എന്നാണ് ഇവർ ഈ പറയുന്ന പലർക്കും. ചിലപ്പോൾ എല്ലാം ഇതൊക്കെ ഉണ്ട്. 1987 പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള ഗേ മാനിഫെസ്റ്റോ ഉണ്ട്. ഈ ഗേ മാനിഫെസ്റ്റോ അവരെടുത്തൊന്ന് വായിക്കട്ടെ. എന്തിനു വേണ്ടിയാണ് ഈ സമൂഹം, ഈ ലെസ്ബിയൻ സമൂഹം, ഗേ സമൂഹം അല്ലെങ്കിൽ LGBTQ സമൂഹം നിലകൊള്ളുന്നത്? ധൈര്യമുണ്ടോ ഇവർക്കാർക്കെങ്കിലും ഇത് സമ്പൂർണ്ണമായിട്ട് അവരുടെ ചാനലുകളിൽ നിന്ന് വായിക്കാൻ? നമ്മൾ വെല്ലുവിളിക്കുകയാണ്. അത് വായിച്ച സമൂഹം കേൾക്കട്ടെ എന്താണ് അവർ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അത് വായിച്ചാൽ നമുക്കറിയാം വളരെ പതിയെ ആ മാനിഫെസ്റ്റോയിൽ എന്ത് പ്രഖ്യാപിച്ചുവോ ആ കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പക്ഷേ ഇന്ന് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു പക്ഷേ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. അത് നമ്മൾ ആ രീതിയിൽ കാണേണ്ടതില്ല. പക്ഷേ ഇവിടെ പൊതുവായി ഉണ്ടാക്കുന്ന ഒരു ചിന്ത എന്താ വെച്ചാൽ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇങ്ങനെയൊന്നും അല്ലാത്ത റിലേഷൻഷിപ്പ് സാധ്യമാണ് എന്നാണ്. അല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, സാധ്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഏത് സ്വകാര്യതയിലും അവർക്ക് എപ്പോഴും പിന്നെ സംസാരിക്കാം, ഇടപഴകാം, ഏത് പൊതുവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപോലെ ഉപയോഗിക്കാം, സ്വകാര്യമായി താമസിക്കാം, പങ്കുവെക്കാം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബന്ധത്തിൻ്റെ സ്വഭാവം തീർച്ചയായിട്ടും മാറും. അത് മനുഷ്യനും തമ്മിലാണ്. പരസ്പര ആകർഷണം
ആണിനും ആണിനും തമ്മിലുണ്ടെങ്കിൽ പിന്നെ പെണ്ണും പെണ്ണും ഉണ്ടാവില്ലേ, ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു മനഃശാസ്ത്ര സത്യമാണ്, ശാരീരികമായൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ഈ പറയുന്ന രൂപത്തിലുള്ള ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ടാകും. അപ്പോൾ നമുക്കറിയാം, ഈ ഇപ്പോൾ വസ്ത്ര സദാചാരമാണെങ്കിലും പെരുമാറ്റ സദാചാരമാണെങ്കിലും ലൈംഗിക സദാചാരമാണെങ്കിലും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടെ വസ്ത്ര സദാചാരം പറയാൻ പാടില്ല, ലൈംഗികവും പറയാൻ പാടില്ല. എന്നാൽ പെരുമാറ്റ സദാചാരമോ, ഇപ്പോൾ ചില ചേഷ്ടകൾ, ആ ചേഷ്ടകൾ എന്താണ്, അത് ലൈംഗിക ചുവയുള്ളതാണ്. ചില വാക്കുകൾ അത് ലൈംഗിക ചുവ, എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ അവിടെ ആ ഒരു സദാചാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ചില ചിഹ്നങ്ങൾ, ചില ഭാഷ്യങ്ങൾ ഇതിനൊക്കെ എന്തുണ്ട്, ലൈംഗിക ചുവയുണ്ടെന്നും എന്നാൽ വസ്ത്രത്തിനതില്ല, ലൈംഗിക അതിനതില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ കാപഢ്യത്തെ മുഴുവനായിട്ടും പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്ന ചാനലുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആംഗ്യങ്ങളെയും ചലനങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് പോലും മനുഷ്യർക്കിത് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോഴാണ് നമ്മളൊരു ഘട്ടത്തിൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു മൈത്രേയന് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു പിന്തുണയ്ക്കുന്ന ഒരാളാണല്ലോ. മൈത്രേയൻ അമേരിക്കയിൽ പോയിട്ട് വന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കല്ല. വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് ഒരന്താളിപ്പോടെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ നിന്നുകൊണ്ട് അവിടുത്തെ മനുഷ്യരുടെ സ്വഭാവം എനിക്ക് തീരെ മനസ്സിലാവില്ല. എന്നുവെച്ചാൽ ഡീഹ്യൂമനൈസ്ഡ് ആണെന്ന്. അത് സാധാരണ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വൃദ്ധനായ ഒരാൾ അല്ലെങ്കിൽ തെരുവിൽ വീഴുന്നു, അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളൊരു ഘട്ടം, ഇങ്ങനത്തെ ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, ഇവർ വലിയ ഹ്യൂമൻ ബീങ്സ് ആണല്ലോ, നമ്മളെക്കാളൊക്കെ ഹ്യൂമാനിറ്റിയുടെ വക്താക്കളാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്തരം ആളുകൾ ഇവരെ കുറേ കൂടെ കരുണയോടെ സ്നേഹപൂർവ്വം ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായത് അവിടെ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. ചത്തു, വീണു, തെരുവിൽ പെട്ടു. അതല്ലാതെ ഈ പറയുന്ന യുവസമൂഹത്തിന് അത്തരത്തിൽ യാതൊരു ബാധ്യതകളും ഇല്ല, മാനുഷികതയില്ല എന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ സദാചാരത്തെ, ധാർമ്മികതയൊക്കെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെതിരെ സംസാരിക്കുന്നവരെ പോലീസിങ് നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനപ്പുറവുമുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. അത് ആ സമയത്ത് എനിക്ക് നമ്മൾ ധാർമ്മികത വേണ്ടേ, കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പുറം നമ്മൾ ചിന്തിക്കണ്ടേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല.